സുവിശേഷകർ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, കർത്താവിൽ പ്രിയരെ, എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹ വന്ദനം. മലപ്പള്ളി യൂണിയൻ ക്രിസ്ത്യൻ കൺവെൻഷൻ്റെ 103ാമത് സമ്മേളനത്തിൻ്റെ സമാപന മീറ്റിങ്ങിൽ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ഞാൻ അത്യന്തം സന്തോഷിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. 103 വർഷങ്ങളായി വളരെ ഭംഗിയായി ഈ യൂണിയൻ കൺവെൻഷൻ ക്രമീകരിക്കപ്പെട്ട് കാണുന്നതിൽ ഞാൻ സന്തോഷിക്കുകയും കലാകാലങ്ങൾ ഇതിന് അനുഗ്രഹീതമായ നേതൃത്വം കൊടുത്ത് എല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. എത്രയോ പേരുടെ അധ്വാനവും പ്രയത്നവും പ്രാർത്ഥനയും 103 വർഷം മുമ്പ് ഒരു ചെറിയ തുടക്കമായി ആരംഭിച്ച ഈ കൺവെൻഷൻ എത്രത്തോളം വളരുമാറാക്കി ചിട്ടയോടുകൂടി മുടക്കമില്ലാതെ ഇതുവരെ നടത്തിക്കൊണ്ട് വരുവാൻ അധ്വാനിച്ചവർ പ്രയത്നിച്ചവർ എത്ര അധികമാണ്. അവരുടെയൊക്കെ നേതൃത്വത്തെ ഓർക്കുന്നു, വ്യാപരിച്ച ദൈവകൃപയെ നന്ദിയോടെ ഓർക്കുന്നു. വിശേഷാൽ ഈ വർഷത്തെ ഈ കൺവെൻഷൻ്റെ ക്രമീകരണങ്ങളൊക്കെ നേതൃത്വം നൽകിയവരെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഇവിടെ പ്രിയപ്പെട്ട അച്ഛൻ സൂചിപ്പിച്ചതുപോലെ 10 മാസം ഇവിടെ ക്രമീകരണം അനുസരിച്ച് കോട്ടയം, കൊച്ചി, ഭദ്രാസന ചുമതലയിലേക്ക് പ്രവേശിച്ചിടന്ന് ചാർജ് എടുക്കുന്നതിന് മുൻപ് തന്നെ, വളരെ നാളുകൾക്ക് മുൻപ് തന്നെ ഇതിൻ്റെ ചുമതലക്കാർ എന്നെ നേരിട്ട് വിളിക്കുകയും ഈ മീറ്റിങ്ങിൽ വരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു, ക്ഷണിക്കുകയും ചെയ്തു. അതിന് ഞാൻ അത്യന്തമായി സന്തോഷിക്കുന്നു. ആ വിധത്തിലുള്ള മുൻകൂട്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ ഈ യോഗത്തിൻ്റെ പിന്നിൽ ഉണ്ട് എന്നുള്ളത് കാണുമ്പോൾ വളരെയധികം സന്തോഷകരമാണ്. മനോഹരമായ ഗാനങ്ങളൊക്കെ ആരംഭിച്ച ഗായകസംഘത്തെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഊർജ്ജസ്വലതയോടുകൂടി ലിവിങ് ഇൻ ദർ സോങ് എന്ന് വേണമെങ്കിൽ പറയാം, പാട്ടിൽ നിറഞ്ഞു നിന്നുകൊണ്ട് വളരെ ഭംഗിയായി അർത്ഥവത്തായ പാട്ടുകളൊക്കെ നന്നായി പരിശീലിച്ച് പാടിയ ഗായകസംഘങ്ങളെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഈ കൂടിവരവുകളൊക്കെ ഏറ്റവും അനുഗ്രഹകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് യൂണിറ്റി സൺഡേ ആണ് സഭയുടെ കലണ്ടറൊക്കെ അനുസരിച്ച്. ഐക്യ ഞായർ ദിനമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഐക്യ കൺവെൻഷൻ ഇത്ര പ്രസക്തമാണ്. ഇന്നത്തെ ദിവസം അത് സ്വാഭാവിക്കുമ്പോൾ സഹോദരി സഭയോട് ഒരുമിച്ച് പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കുന്നു. മലപ്പള്ളി സെൻട്രൽ മാർത്തോമാ CSI സഭയോട് ഒരുമിച്ച് കൂടുന്ന ഒരു ഐക്യവേദിയാണ് ഈ കൺവെൻഷൻ എന്നതിൽ അധികമായ സന്തോഷമുണ്ട്. യേശുവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയിലുണ്ടല്ലോ, പരിശുദ്ധ പിതാവേ, അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. മഹാപുരോഹിത പ്രാർത്ഥനയിൽ ഒന്നാകുക എന്നുള്ളതാണ് യൂണിറ്റി. വീണ്ടും യേശുദാ പറയുന്നുണ്ട്, നീ എന്നെ അയച്ചിരിക്കുന്നുവെന്ന് ലോകം വിശ്വസിപ്പാൻ അവരെല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ, എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിലാകേണ്ടതിന് തന്നെ. ഒന്നാകേണ്ടതിനുള്ളൊരു വലിയ പ്രാർത്ഥനയാണ് യേശുദാ മഹാപുരോഹിത പ്രാർത്ഥന. അതിൻ്റെ ഒരു ദൃശ്യഭാവമാണ് ഇങ്ങനെയുള്ള കൂടിവരവുകളൊക്കെ. യൂണിറ്റി സൺഡേ, ഐക്യ ഞായറൊക്കെ ഒന്നാകുന്നതിൻ്റെ ഒരു ദൃശ്യഭാവമാണ്. നമുക്ക് ലഭ്യമാകുന്ന അവസരങ്ങളിലൊക്കെ ഒത്തൊരുമയോടെ നിന്നുകൊണ്ട് നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ഈ ലോകം അറിയണമെങ്കിൽ അവർ ഒന്നാകണമെന്നാണ് പറഞ്ഞത്. ഒന്നെന്നുള്ള ചിന്തയോടുകൂടി, പിതാവ് ഒരുവൻ മാത്രമാണ്, ആ ഒരു ചിന്തയോടുകൂടി ലഭ്യമാകുന്ന അവസരങ്ങളൊക്കെ നന്നായി പ്രയോജനപ്പെടുത്തുവാൻ നമുക്കിടയാകുന്നു. അതിന് നമ്മുടെ ഐക്യ കൺവെൻഷൻ ദീർഘനാളുകളായി ഇവിടെ നിലവിലിരിക്കുന്നു എന്നുള്ളത് സന്തോഷകരമാണ്. ഈ ഐക്യത്തിലൂടെ അനുഗ്രഹീതമായ സാക്ഷ്യമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. യൂണിറ്റി ഈസ് സ്ട്രെങ്ത് എന്ന് പറയാറുണ്ട്. ഒത്തൊരുമിച്ച് നിന്നാൽ അത് വലിയൊരു ശക്തിയാണ്. അതുകൊണ്ട് ആ വിധത്തിലൊക്കെ ഈ ഒരു കൂടിവരവ് ശക്തമായ ക്രിസ്തീയ സാക്ഷ്യം ഈ മലപ്പള്ളി പ്രദേശത്ത് മാത്രമല്ല, ഇവിടെ ഒന്നൊക്കെ ചിതറി പാർക്കപ്പെടുന്നവർ, ഇവിടെയൊക്കെ പോയി താമസിക്കുന്ന അവിടെയൊക്കെ അനുഗ്രഹീതമായ സാക്ഷ്യം നിർവഹിക്കുവാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് എവങ്കേലിയനായ പള്ളികളൊക്കെ വായിച്ചെടുത്ത് വാക്യങ്ങളിൽ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്, എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എൻ്റെ കൽപ്പന. അപ്പോൾ യൂണിറ്റിയൊക്കെ സാധ്യമായി തീരുന്നത് ഈ സ്നേഹത്തിലൂടെയാണ്. ഒത്തൊരുമ സാധ്യമായി തീരുന്നത്. ഒത്തൊരുമയോടെ ആയിരിക്കുമ്പോഴാണ് നമുക്ക് അനുഗ്രഹീതമായ സാക്ഷ്യം നിറവേറ്റാനായിട്ടൊക്കെ സാധിക്കുന്നത്. ആ വിധത്തിലൊക്കെ ഈ കൂടിവരവുകൾ തുടർന്നുള്ള നാളുകളിലൊക്കെ നമ്മുടെ പ്രവർത്തന മേഖല, ഈ ദിവസങ്ങളിലൊക്കെ വചനത്തിൻ്റെ കേൾവിയായിരുന്നു. നല്ല ദീർഘമായൊരു പ്രസംഗത്തിൻ്റെ സമാപന വാക്യങ്ങളാണ്
യോശിപ്പ് പ്രവേശിച്ച് നമ്മളോട് പറഞ്ഞത് പറഞ്ഞല്ലോ, പർവ്വത പ്രസംഗത്തിൻ്റെ ഏറ്റവും അവസാനം യേശു കർത്താവ് പറഞ്ഞത് എൻ്റെ ഈ വചനങ്ങളെ കേട്ട് പ്രമാണിക്കുന്നത്. ഈ ഒരാഴ്ച ഇവിടെ വചനത്തിന് മാറിയായിരുന്നു. ഇത് കേട്ട് പ്രമാണിക്കുന്നവരാണ് ബുദ്ധിയുള്ളവരെന്ന് അച്ഛൻ നമ്മളെ ഒന്നുകൂടെ ഓർപ്പിക്കുകയുണ്ടായി. ഇത്രയും ദിവസങ്ങൾ കേൾവിയായിരുന്നു. ഇനി ആ കേൾവിയുടെ അല്ലെങ്കിൽ പറയാമോ തിയറി ക്ലാസ്സൊക്കെ ഇവിടെ കഴിഞ്ഞു. ഇനിയും പ്രാക്ടിക്കലാണ്. ഇന്ന് മുതൽ കുറച്ചുകൂടെ വീട്ടിൽ ചെന്ന് വീടിനകത്ത് തുടങ്ങണം. ബിഗിൻസ് അറ്റ് ഹോം. ഇവിടെ നിന്ന് കേൾക്കാൻ നല്ല സുഖമാണ്. വെയിലത്ത് കേൾക്കുന്ന സുഖമല്ല, രാത്രി കുറച്ചുകൂടെ സുഖമായിരുന്നു കാണും. അപ്പോൾ നല്ല അർത്ഥവത്തായ നല്ല ഗംഭീരമായ പ്രസംഗങ്ങൾ, കാലഘട്ടത്തിനനുസൃതമായ ദൈവവചനത്തിൻ്റെ വ്യാഖ്യാനം 100 വർഷങ്ങൾക്ക് മുൻപ് 103 വർഷം മുമ്പ് കൊടുത്ത വ്യാഖ്യാനമായിരിക്കത്തില്ല ഇപ്പോൾ കൊടുക്കുന്ന വ്യാഖ്യാനം. അന്നത്തെ വ്യാഖ്യാനത്തിലൊക്കെ ചിലപ്പോൾ ഒരു ഫോക്കസ് മാത്രമേ ഉണ്ടായിരുന്നു കാണത്തുള്ളൂ. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ച് വരുന്നേറ്റ് യേശുവിനെ ഓർത്തുകൊള്ളുകയും അതാകുന്ന സുവിശേഷം. ആ സുവിശേഷം പ്രസംഗിക്കുക മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് 103 വർഷമൊക്കെ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ മാറ്റങ്ങൾ ധാരാളം വന്ന ഈ ലോകത്തിൽ ഈ കാലഘട്ടത്തിനനുസൃതമായ വേദോസ വ്യാഖ്യാനമായിരിക്കാം നമ്മൾ ഈ ദിവസങ്ങളൊക്കെ കേട്ടുകൊണ്ടിരുന്നത്. അവിടെ സുവിശേഷത്തിന് മാറ്റമൊന്നുമില്ല. എന്നാൽ സുവിശേഷത്തിൻ്റെ പ്രായോഗിക തലങ്ങൾക്ക് മാറ്റം ആവശ്യമാണെന്നുള്ളത് 103 വർഷം കഴിഞ്ഞപ്പോൾ 100 വർഷം 103 വർഷം മുമ്പുള്ള പ്രസംഗം എടുത്ത് ആരെങ്കിലും ഒന്ന് നോക്കിയാൽ അന്നിങ്ങനെ റെക്കോർഡിങ് ഒന്നും ഇല്ലല്ലോ. അന്നത്തെ റെക്കോർഡിങ് നോക്കിയാൽ ഇന്നത്തെ പ്രസംഗം അന്നത്തെ പ്രസംഗം തമ്മിൽ എന്തൊരു വ്യത്യാസമാണ്. ഇന്ന് രാവിലെ ഞാൻ പോയ പള്ളിയിലെ നമ്മുടെ മൂത്താമ്പാക്കൽ കൊച്ചിന് ഉപദേശി ആദ്യമായവർ പുഞ്ചമണ്ണിൽ മാമന് ഉപദേശി ആദ്യമായവർ ആരംഭിച്ച വെണ്ണിക്കുളം കൺവെൻഷൻ്റെ സെൻറ്റിനറി ശതാബ്ദി സമാപനത്തിനാണ് പോയത്. കൊച്ചുകുഞ്ഞ് ഉപദേശിയുടെ പ്രസംഗമൊന്നും അല്ല ഇന്നത്തെ കാലത്തെ പ്രസംഗം. അവർക്ക് വ്യത്യാസമായിട്ടുണ്ടെന്ന് എൻ്റെ വിചാരം. നല്ല ശക്തി ആർജിച്ച നല്ല കാലഘട്ടത്തിനനുസൃതമായിട്ട് പ്രസംഗങ്ങൾ. എന്നാൽ കൊച്ചുകുഞ്ഞിയുടെ പ്രസംഗത്തിൻ്റെ സാരവും ഇന്നത്തെ പ്രസംഗത്തിൻ്റെ സാരവും ഒന്ന് തന്നെയാണ്. അതൊരിക്കലും കൈമോശം വന്ന് പോകാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. കൺവെൻഷനുകളൊക്കെ ഉദ്ദേശിക്കുന്നത് ഈ നാളുകളിലെല്ലാം കൺവെൻഷനാണ്. ഇന്നിപ്പോൾ വീടുകളത്ത് ഇരുന്ന് കഴിഞ്ഞാൽ എത്ര കൺവെൻഷൻ ഒരേ സമയത്ത് കേൾക്കാൻ നമുക്ക് കഴിയും. ഒരു കൺവെൻഷൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഉടനെ അടുത്തതിങ്ങനെ ഒന്ന് സ്വൈപ്പ് ചെയ്താൽ മതി, അടുത്ത കൺവെൻഷൻ കേൾക്കാം. ഞാൻ ഈ കൺവെൻഷൻ നടക്കുകയാണ്, വേറെ സ്ഥലത്തെ വെണ്ണിക്കുളം കൺവെൻഷനായിരുന്നു, ഇവിടുത്തെ കൺവെൻഷനായിരുന്നു, ഇഷ്ടമുള്ളവരെ കേൾക്കാം, ഇഷ്ടമുള്ളതും കേൾക്കാം, ഒരു കുഴപ്പമില്ല. ഇഷ്ടംപോലെ വചനം, ഏത് വചനം കേൾക്കണമെങ്കിലും അതിന് ധാരാളം അവസരങ്ങളൊക്കെയാണ്. എന്നാൽ ഇന്ന് ധാരാളമായ വചനമൊക്കെ നമ്മളിലേക്ക് വിതരപ്പെടുമ്പോൾ അതിൻ്റെ ഉദ്ദേശം ഇന്ന് മാത്രം ആമുഖമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുക. ഒന്ന്, വിശ്വാസത്തിലുള്ളൊരു ദൃഢീകരണമാണ് ഈ വചന കേൾവിയുടെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം. വിശ്വാസത്തിലുള്ളൊരു ദൃഢീകരണം എന്ന് പറഞ്ഞാൽ യേശു കർത്താവിലുള്ള വിശ്വാസം നമ്മൾ ആഴമായി ഉറയ്ക്കുക എന്നുള്ളതാണ് ഈ വചനത്തിൻ്റെ വലിയ പ്രഘോഷണത്തിൻ്റെ ഒരു ഉദ്ദേശം. മുൻകാലങ്ങളിൽ അത് മാത്രമേ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. വിശ്വാസം പതറിപ്പോകാത്തൊരു വിശ്വാസം നമ്മൾ ഉണ്ടാകണമെന്നുള്ളത് മാത്രം ആഗ്രഹിച്ചിരുന്നത്. 100 വർഷം മുമ്പ് നമ്മുടെ മാതാപിതാക്കൾക്കുണ്ടായിരുന്ന വിശ്വാസത്തിൻ്റെ അതേ ആഴത്തിൽ ഇന്ന് നമ്മളിൽ വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ തന്നെ പരിശോധിച്ചാൽ മതി. ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രായം എന്നേക്കാൾ തൊട്ടുകൂടെ ഇളം പ്രായത്തിലൊക്കെ ഉള്ളവരൊക്കെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളെയൊക്കെ ഓർത്ത് നോക്കിയാൽ അവരെയൊക്കെ നിങ്ങളുടെ മനസ്സിൽ, എൻ്റെ മാതാവിനെ എൻ്റെ മനസ്സിൽ അത് വെളുപ്പാൻകാർക്ക് ഓർക്കുന്ന തലയെ തുണിയിട്ട് കട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയാണ്. അതാണ് എൻ്റെ ഓർമ്മയുള്ളത്. നിങ്ങൾക്കൊക്കെ അങ്ങനെ നല്ല ഓർമ്മ കാണും. എന്നാൽ അന്ന് ഒരു ദിവസം പോലും തലയിൽ തുണിയിട്ട് പ്രാർത്ഥിക്കാതെ ദിവസം തുടങ്ങുന്ന മാതാപിതാക്കൾ ഉണ്ടായിരുന്നില്ല. വീടുകളിൽ പുരുഷന്മാരായിരുന്നെങ്കിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് അതിരാവിലെ തിരുസന്നിധി എന്നുള്ള പാട്ട് പാടി ആളുകളെ വിളിച്ചു കൂട്ടുന്ന ഒരു പിതാക്കന്മാർ, കട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ. അന്ന് ഈ വിശ്വാസത്തിൻ്റെ അനിവാര്യത, കാരണം ഇല്ലായ്മയുടെ ഒരു കാലം, ദാരിദ്ര്യത്തിൻ്റെ ഒരു കാലം, ബുദ്ധിമുട്ടിൻ്റെ ഒരു കാലം, വളരെയധികം ആശങ്കയുടെ ഒരു കാലമാണ്. എന്നാൽ ഇന്ന് ദൈവം തമ്പുരാൻ അന്ന് നമ്മുടെ മാതാപിതാക്കൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇന്ന് അത്ര വലിയ ആശങ്കകളൊന്നുമേ ഇല്ല. 2018 വെള്ളം പൊങ്ങിയെന്ന് പറഞ്ഞാൽ ഇനിയും വെള്ളം പൊങ്ങത്തില്ലെന്ന് ഉറപ്പിലാണ് നമ്മളിരിക്കുന്നത്. അന്ന് പ്രാർത്ഥിച്ചതിന് കൈയും കണക്കുമില്ല. ധനികനും ദരിദ്രനും എല്ലാം ഒരുപോലെ ഒരു ക്യാമ്പിൽ വന്ന് ഒരു ഷീറ്റിൽ വിരിച്ചു കിടന്നപ്പോൾ ദൈവമേ എന്നെ വിളിച്ചു. ക്രിസ്ത്യൻ കോളേജിലെ ഓഡിറ്റോറിയത്തിൽ ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഏറ്റവും സമ്പന്നനായ ഒരു വീട്ടുകാരനുമുണ്ട് അവിടെ. കുടിൽ താമസിക്കുന്ന ആൾ ഒരേ ഹോളിൽ ഒരു ഷീറ്റ് വിരിച്ച് കിടപ്പുണ്ട്. ദൈവമേ എന്ന് വിളിച്ചിട്ടുണ്ടാവാം. കോവിഡ് വന്നപ്പോൾ പ്രാർത്ഥനയുടെ ശൃംഖലകൾ ധാരാളമായി. അതും അങ്ങ് മാറിപ്പോയി. ദൈവം തമ്പുരാൻ ആയുസ്സൊക്കെ ദൈർഘ്യമാക്കുന്നത് ഇന്നൊരു നിറവിൻ്റെ കാലമാണ് വാസ്തവം. ഈ നിറവിൻ്റെ കാലത്താണ് വിശ്വാസത്തിന് അനിവാര്യത എന്ന് നമ്മെ ഓർപ്പിക്കുന്നതാണ് ഈ വചനത്തിൻ്റെ പ്രഘോഷണത്തിൻ്റെ ഉദ്ദേശം.
ഈ നിറവിൻ്റെ കാലത്ത്. കാരണം ഇല്ലായ്മകളുടെ കാലത്ത് ആരെയും ഓർപ്പിക്കാതെ തന്നെ നമ്മൾ ദൈവമേ എന്ന് വിളിക്കും. ബുദ്ധിമുട്ടാകാം, ഞെരുക്കമാകാം, പ്രയാസങ്ങളാകാം. എന്നാൽ ഇന്ന് സമ്പന്നതയാണ്, ദീർഘായുസ് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. 90 വയസ്സ് ഉള്ള നമ്മുടെ വീട്ടിൽപ്പെട്ട അച്ഛനെ ഇവിടെ ഇരിക്കുന്നു. 98 വയസ്സും 100 വയസ്സുള്ള ചില പള്ളിയിലൊക്കെ ചെല്ലുമ്പോൾ എൻ്റെ മുമ്പിൽ വന്ന് പറയും, തിരുമേനി 100 വയസ്സായി. കേൾക്കുമ്പോൾ സന്തോഷമാണ്. പള്ളിയിൽ നടന്ന് 100 വയസ്സുകാരൻ വരുമ്പോൾ, മുമ്പ് 60 ആയിരുന്നു ലോഞ്ചിവിറ്റി അല്ലെങ്കിൽ ആയുസിൻ്റെ ദൈർഘ്യമെങ്കിൽ ഇന്ന് 100 വയസ്സുകാർ ദീർഘായുസാണ്. എന്ത് അനുഗ്രഹീതമാണ് ദീർഘായുസ്. ആരോഗ്യത്തോടെ ദീർഘായുസിലിരിക്കുക എന്നത് അനുഗ്രഹമാണ്. വിദ്യാഭ്യാസം ഒരു കാലത്ത് കേരളത്തിലൊക്കെ 2 or 3 എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു. ഇപ്പം ഇങ്ങനെ കുടി വ്യവസായം പോലെ എഞ്ചിനീയറിംഗ് ആർക്ക് വേണമെങ്കിലും എഞ്ചിനീയറാകും. മെഡിക്കൽ കോളേജ് 1 or 2 ഉണ്ടായിരുന്നു. ഇപ്പോൾ എവിടെയെല്ലാം മെഡിക്കൽ വിദ്യാഭ്യാസത്തിലുള്ള സൗകര്യങ്ങൾ വളരെയധികം വർദ്ധിച്ചപ്പോൾ വിദ്യാസമ്പന്നരായി, അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളായി. എന്തുകൊണ്ടും നമ്മൾ നിറവിൻ്റെ ഒരു കാലഘട്ടത്തിലാണ്. ഈ നിറവിൻ്റെ കാലഘട്ടത്തിലാണ് ഈ വിശ്വാസത്തിന് അനിവാര്യം നമ്മളെ ഓർപ്പിക്കുന്ന ഈ കൺവെൻഷൻ്റെയൊക്കെ പ്രസക്തി. എത്ര സമ്പന്നനായാലും ദൈവവിഷയമായി സമ്പന്നനാകാൻ മറന്നു പോകരുത് നമ്മളെ ഓർപ്പിക്കുന്ന ഒരു അവസരമാണ് ഈ കൺവെൻഷൻ. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ വലിയ ഒരു ദൃഢീകരണം. സമ്പത്തൊക്കെ വർദ്ധിച്ചു, സൗകര്യങ്ങൾ വർദ്ധിച്ചു, ആരോഗ്യം വർദ്ധിച്ചു, ജീവിത സാഹചര്യങ്ങളൊക്കെ വർദ്ധിച്ചു. ഹോൾഡ് ഓൺ ടു ക്രൈസ്റ്റ്, അത് നമ്മളെ ഓർപ്പിക്കുന്ന മെസ്സേജസ് ആയിരുന്നു ഈ ദിവസങ്ങളിലൊക്കെ എന്ന് ഞാൻ ഓർക്കുകയാണ്. ഞായറാഴ്ച മുതൽ ഇതുവരെ കേട്ടുകൊണ്ടിരുന്ന പ്രസംഗങ്ങളുടെയൊക്കെ സാരം ദൈവത്തെ മുറുകെ പിടിക്കുക അതായിരിക്കണം എന്നുള്ളതാണ് കൺവെൻഷൻ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കൺവെൻഷനിലൂടെയൊക്കെ ഒരു കാലത്ത് ആഗ്രഹിച്ചിരുന്നത്, ഏത് കൺവെൻഷൻ വന്നാലും ഒരു പറ്റും കുഞ്ഞുങ്ങൾ ഈ കൺവെൻഷന് മുമ്പിൽ ഉണ്ടായിരിക്കുമായിരുന്നു. പഠനമൊക്കെ കഴിഞ്ഞ് അവരാദ്യമായി വിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോൾ അവരെ കൊണ്ട് പട്ടക്കാരൻ പറയിക്കാറുണ്ട്. എന്താ പറയിക്കുന്നത്? സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, യേശു മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. കുഞ്ഞുങ്ങളോട് ഞാൻ നേരിട്ട് ചോദിക്കാറുണ്ട്, മക്കളെ നിങ്ങൾക്ക് വളരെ ഉറപ്പോടുകൂടി ഇത് പറയാനായിട്ട് കഴിയുമോ? ചില കുഞ്ഞുങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നവരവരുടെ മുഖം കണ്ടാൽ, ചില കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കിയാൽ ബ്രൈറ്റ്നെസ്സും തെളിവാണ്. കാരണം ആ സൺഡേ സ്കൂൾ അധ്യാപകർ അവരോട് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. ചിലർക്ക് ഇതൊന്നും അറിയുകയില്ല. ആദ്യ കുർബാനയുടെ ഒരു ചടങ്ങാണല്ലോ, അതുകൊണ്ടൊന്ന് ആദ്യ കുർബാന കൈക്കൊണ്ട് പോകുന്നുണ്ട്. 13-ാമത്തെ വയസ്സിൽ 14-ാമത്തെ വയസ്സിൽ ആ കുഞ്ഞിനെ യേശു രക്ഷകനാണ്, ജീസസ് ഈസ് മൈ ലോർഡ്, ജീസസ് ഈസ് മൈ സേവിയർ എന്നുള്ള ഒരു വ്യക്തത വരുത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണുള്ളത്? പ്രാഥമികമായി അടിസ്ഥാനപരമായ മാതാപിതാക്കൾക്ക് ഉത്തരവാദിത്വം. മുഹമ്മദ് അവസാന ഭാഗം പട്ടക്കാരൻ പറയുന്നുണ്ടല്ലോ, ഈ പൈതൽ വളർന്ന പ്രായമായതിനു ശേഷം താൻ തന്നെ സാത്താനെ ഉപേക്ഷിക്കുന്നു, യേശു മിശിഹായെ കൈക്കൊള്ളുന്നു എന്ന് പരസ്യമായി ഏറ്റുപറയേണ്ട ചുമതല, ആ വിധത്തിൽ അഭ്യസിപ്പിക്കേണ്ട ചുമതല ആരെ ഏൽപ്പിക്കുന്നത്? മാതാപിതാക്കളെയാണ്. ആ മാതാപിതാക്കളെ സഹായിക്കാൻ വേണ്ടിയാണ് നമ്മുടെ പള്ളിയിൽ സൺഡേ സ്കൂളൊക്കെ ഉള്ളത്, പള്ളി ആരാധനയൊക്കെ ഉള്ളത്. നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഈ വിശ്വാസം പകരപ്പെടുക എന്നുള്ളതാണ്. ഇതാണ് ബീയിങ് എന്ന് പറയുന്നത്. വിശ്വാസം വിശ്വസിക്കുന്നതിലൂടെയാണ്. അപ്പോൾ ആ ഒരു വിശ്വാസമാണ് അടിസ്ഥാനപരമായി എല്ലാവർക്കും ഉണ്ടാകേണ്ടത്. ഒന്ന്, ഫെയ്ത്ത് ഈസ് ഇൻ അവർ ബീയിങ്. തോമസ് അപ്പോസ്തലൻ ഇത് പറയുമ്പോൾ തോമസ് അപ്പോസ്തലൻ്റെ ഒരു വിശ്വാസം, അത് പ്രഖ്യാപനമാണ്. അത് വിശ്വസിച്ചുകൊണ്ടാണ് തോമസ് അപ്പോസ്തലൻ പറയുന്നത്. അത് കേവലം ഉപരിപ്ലവമായൊരു പ്രഖ്യാപനമല്ല. ബീയിങ് ആയി തീരുന്നതിലൂടെ, ഉള്ളിൽ വിശ്വസിക്കുന്നതിലൂടെയുള്ള പരസ്യ പ്രഖ്യാപനമാണ്. ഈ വിശ്വാസത്തിൻ്റെ ഉടമകളായിരിക്കണം നമ്മൾ. ഒരു കാലത്ത് നമ്മളൊക്കെ ഈ ഉപദേശമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മളോടൊക്കെ ചോദിക്കുമായിരുന്നു. എന്നാൽ ചോദ്യമൊക്കെ നിന്നു. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടുണ്ടോ? ആ ചോദ്യമൊക്കെ ഔട്ട്ഡേറ്റഡ് ആയി പോയിരിക്കുക. അതൊക്കെ കുഞ്ഞുങ്ങളോട് ചിലപ്പോൾ ചോദിച്ചെങ്കിൽ അത് കുഞ്ഞുങ്ങളോട് ഇപ്പോൾ ചോദിക്കാറില്ല. നമ്മുടെയൊക്കെ വ്യക്തിപരമായ അനുഭവമായിരിക്കട്ടെ ഈ പത്രോസിൻ്റെയും ഈ തോമസ് അപ്പോസ്തലൻ്റെയൊക്കെ പ്രഖ്യാപനം. യേശു ആരാണെന്നുള്ള ചോദ്യത്തിന് ഈ ലോകത്തിന് ഉത്തരം കൊടുക്കുവാൻ കടപ്പെട്ടവരാണ് നമ്മൾ. യേശു ആരാണ്? മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്. യേശു ആരാണ്? ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ഇതാണ്, ഈ വിശ്വാസമാണ് നമ്മളിലുണ്ടാകുന്നത്. ഈ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ് ഈ കൺവെൻഷനിലൂടെയൊക്കെ ഈ ലോകം നമ്മളിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ അങ്ങനെയുള്ള വിശ്വാസത്തിൻ്റെ ഉടമകളായി തീർന്നവർ നേരിടേണ്ടി വന്ന പ്രതിസന്ധികളൊക്കെ നമുക്കറിയാം. തോമസ് അപ്പോസ്തലനും പത്രോസ്ലിഹായും ഒക്കെ രക്തസാക്ഷിത്വം വഹിക്കേണ്ടി വന്നവരാണ്. വിശ്വാസത്തിന് വേണ്ടി വലിയ വില കൊടുത്തവരാണ്. ഇന്ന് നമുക്ക് ആ വിധത്തിൽ നിന്ന് വില കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല. ഈ വിശ്വാസത്തിൻ്റെ ഉടമകളായിരിക്കാൻ ദൈവം നമ്മെക്കുറിച്ചൊക്കെ ആഗ്രഹിക്കുകയാണ്. എന്നാൽ അതിൽ നിന്ന് അല്പം വ്യത്യസ്തമായി ഈ ഭാഗത്ത് യേശു കർത്താവ് ഈ മനുഷ്യൻ്റെ വിശ്വാസം വലുത് എന്ന് പറയുമ്പോൾ, ഇസ്രായേൽ പോലും ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ, ഈ മനുഷ്യനിൽ പ്രകടമാക്കപ്പെട്ട പ്രത്യേകത, ഫെയ്ത്തിനെ കുറിച്ച് വിശ്വാസത്തിൻ്റെ ദൃശ്യഭാവങ്ങൾ ധാരാളമാണ്. അത് പെട്ടെന്നൊന്ന് പറഞ്ഞു പോയാൽ, ഞാൻ പറഞ്ഞു, ഫെയ്ത്ത് ഈസ് ഇൻ അവർ ബീയിങ്, ഇൻ അവർ പ്രൊക്ലെയിമിങ്. വിശ്വാസം വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പ്രഖ്യാപിക്കുന്നതാണ് നമ്മുടെ വിശ്വാസം. ഫെയ്ത്ത് ഈസ് ഇൻ അവർ ഗിവിങ്, നൽകുന്നതിനാണ് വിശ്വാസം. ഫെയ്ത്ത് ഈസ് ഇൻ അവർ റിലേഷൻഷിപ്പ്,
ബന്ധങ്ങളിലാണ് വിശ്വാസം. ഫെയ്ത്ത് ഈസ് ഇൻ അവർ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മനോഭാവങ്ങളിലാണ് വിശ്വാസം. ഫെയ്ത്ത് ഈസ് ഇൻ ബീയിങ് ഫെയർ, നീതിപൂർവമായി ജീവിക്കുന്നതിലാണ് വിശ്വാസം. ഇതൊക്കെ സാമൂഹ്യ പ്രതിബദ്ധമായി ബന്ധപ്പെട്ട ആരെങ്കിലുമൊക്കെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ടാകുമെന്നാണ് എൻ്റെ വിചാരം. വിശ്വാസത്തിൻ്റെ ദൃശ്യഭാവമാണ് ഞാനീ പറഞ്ഞതൊക്കെ തന്നെ. നീതിപൂർവമായി ജീവിക്കുന്ന വിശ്വാസത്തിൻ്റെ ദൃശ്യഭാവമാണ്. മദർ തെരേസ പറയുന്നത് പോലെ യു ഗീവ് അണ്ടിൽ ഇറ്റ് പ്രിക്സ് യു. മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് മുറിവേൽക്കുന്നവരെ കൊടുക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് വിശ്വാസമാണ്. ഈശോ തിമോത്തിയോസിന് പണ്ടത്തെ ശുശ്രൂഷയിലൊക്കെ ഞങ്ങൾ പ്രവേശിച്ച കാലത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊന്നും ആരോടെങ്കിലും പണമൊന്നും ചോദിക്കേണ്ട. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? യു ഗീവ് പ്രൈസ് ടു പീപ്പിൾ. കർത്താവിനെ ജനങ്ങൾക്ക് കൊടുത്താൽ മതി. വിധവയുടെ 2 കാശ് പോലെ മനസ്സോടെ ആളുകൾ കൊടുത്തിരിക്കും. ഫെയ്ത്ത് ഈസ് ഇൻ ഗീവിങ്. നല്ല ബന്ധങ്ങളിലാണ് വിശ്വാസം. ധാരാളം ഉദാഹരണങ്ങളാണ്. അബ്രഹാമും ലോത്തുമായി യാത്ര പുറപ്പെടുമ്പോൾ അബ്രഹാമും ലോത്തും തമ്മിൽ പിണങ്ങി പോകേണ്ട ഒരു അവസരം ഉണ്ടായപ്പോൾ അബ്രഹാം എന്താണ് ലോത്തിനോട് പറയുന്നത്? നമ്മൾ തമ്മിൽ പിണങ്ങണ്ട, നമ്മൾ ആരാണ്? സഹോദരന്മാരാണ്. അതുകൊണ്ടാണ് ലോത്ത് തനിക്കിഷ്ടമുള്ള വഴി തിരഞ്ഞെടുക്കുകയും അബ്രഹാം ലോകത്തിന് വേണ്ടാത്തത് തിരഞ്ഞെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം എന്നാ? സഹോദരന്മാർ തമ്മിൽ ഇടർച്ച പാടില്ല. അപ്പോൾ ഫെയ്ത്ത് ഈസ് എ റിലേഷൻഷിപ്പ്. അങ്ങനെ വിശ്വാസത്തിൻ്റെ ദൃശ്യഭാവങ്ങൾ ധാരാളമാണ്. അതിലൊന്ന് മാത്രം ഇന്ന് അല്പം ഊന്നൽ കൊടുക്കാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി ഈ ഭാഗം നമുക്ക് വളരെ പരിചിതമായതുകൊണ്ട് ഞാനത് വായിക്കുന്നില്ല. വളരെ പരിചിതമാണ്. സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളുണ്ട്. ശതാധിപൻ്റെ കഥ പറയാൻ പറഞ്ഞ് അവർ പറഞ്ഞേനെ. എന്നാൽ അതുപോലെ നമുക്ക് സുപരിചിതമാണ് ഈ കഥ. എ മാൻ ഓഫ് പൊസിഷൻ ആൻഡ് എ മാൻ ഓഫ് പൊസഷൻ. അധികാരമുള്ളൊരു മനുഷ്യൻ, നല്ല സമ്പത്തുള്ളൊരു മനുഷ്യൻ. ഈ മനുഷ്യന് യേശുവിൻ്റെ അടുത്തേക്ക് സമീപിക്കുന്നതായി നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്തിനാണ് യേശുവിൻ്റെ അടുത്തേക്ക് സമീപിക്കുന്നത്? തൻ്റെ വീട്ടിൽ ദാസനായി, പ്രിയനായ ദാസന് സുഖമില്ലാതെ കിടക്കുമ്പോൾ അവൻ്റെ സൗഖ്യത്തിന് വേണ്ടി യേശുവിനെ സമീപിക്കുന്നതായിട്ടുള്ള ഒരു ശതാധിപനെയാണ് നമ്മളിവിടെ കാണുന്നത്. സാധാരണയായി ഈ ഭാഗം നമ്മൾ വായിച്ചു പോകുമ്പോൾ അവസാന വാക്യങ്ങൾ മാത്രം എടുത്ത് പറയാറുണ്ട് ഇവൻ്റെ വിശ്വാസത്തെക്കുറിച്ച്. ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, എൻ്റെ ദാസന് സൗഖ്യം വരുമെന്ന് പറയുന്ന ഭാഗം മാത്രമാണ് നമ്മൾ എടുക്കാറുള്ളത്. എന്നതിന് ആരംഭം മുതൽ നോക്കിയാൽ ഹിസ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഹിസ് സെർവൻറ്റ്, മനോഭാവങ്ങളിലാണ് വിശ്വാസം പ്രകടമാക്കുന്നതെന്ന് പറയുവാനാണ് ഞാനിന്ന് ആഗ്രഹിക്കുന്നത്. ആറ്റിറ്റ്യൂഡ് ഡിസൈഡ്സ് ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയാറുണ്ട്. നമ്മുടെ മനോഭാവങ്ങളിലാണ് വിശ്വാസം പ്രകടമാക്കപ്പെടുന്നത്. ഒന്ന്, അവർ ആറ്റിറ്റ്യൂഡ് ടു അതേഴ്സ്, മറ്റുള്ളവരോടുള്ള നമ്മുടെ മനോഭാവം. ഇന്ന് നമ്മുടെ ബന്ധങ്ങളിലൊക്കെ മറ്റുള്ളവരെ കുറിച്ചുള്ള എത്രയോ മനോഭാവങ്ങളിൽ നമ്മൾ പലപ്പോഴും വിശ്വാസത്തിന് വിപരീതമായിട്ട് ജീവിച്ചു പോകുന്നുണ്ട്. ഇവിടെ ഏതായി ശതാധിപൻ തൻ്റെ വീട്ടിൽ അന്നത്തെ കാലത്ത് ഒരടിമയെന്ന് പറയാം, ജാസൻ എന്ന് പറയുന്നതിന് അടിമ എന്ന പദം ഉപയോഗിച്ചിട്ട് ചിലയിടങ്ങളിൽ അടിമയെ ക്രയവിക്രയം ചെയ്യാവുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ഭാഗം എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ വീട്ടിലൊരു അടിമ സുഖമില്ലാതെ കഴിഞ്ഞാൽ അവനെ വിൽക്കാവുന്ന ഒരു അനുവാദമുള്ള ഒരു കാലഘട്ടത്തിൽ ആ അടിമയ്ക്ക് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി ശ്രമിക്കുന്നതായിട്ടുള്ള ഒരു യജമാനനെ ഇവിടെ കാണുന്നത്. അവൻ്റെ മനോഭാവം, മറ്റുള്ളവരോടുള്ള മനോഭാവം എന്ന് പറയുമ്പോൾ സമതലങ്ങളിലുള്ളവരോടുള്ള നമ്മുടെ മനോഭാവങ്ങളിൽ നമുക്ക് നന്നായി നല്ല ബന്ധങ്ങൾ നിലനിർത്തിയാൽ മതിയാകുകയാണ്. നമ്മുടെ കൂട്ടുകാരോടുള്ള നമ്മുടെ മനോഭാവം എപ്പോഴും നമുക്ക് നല്ല ഹൃദ്യമായിരിക്കും. നമ്മളെക്കാട്ടിൽ സമ്പന്നന്മാരായ ആളുകളോടുള്ള നമ്മുടെ മനോഭാവം നമുക്ക് ഹൃദ്യമായേ മതിയാകുകയുള്ളൂ. കാരണം കയ്യൊക്കെയുള്ളവൻ കാര്യക്കാരൻ, ബലമുള്ളവനോട് നമ്മുടെ മനോഭാവം എപ്പോഴും നമുക്ക് നല്ല ഹൃദ്യമായിരിക്കും. ബലഹീനമായവരോടുള്ള നമ്മുടെ മനോഭാവം, somebody who is inferior to us, somebody who is lower to us, somebody who is more illiterate, വിദ്യാഭ്യാസമില്ലാത്ത ആളുകൾ, പണമില്ലാത്ത ആളുകൾ, സ്ഥാനമില്ലാത്ത ആളുകൾ, പല വിധത്തിൽ പരിമിതികളിൽ കഴിയുന്ന ധാരാളം ആളുകൾ, മറ്റുള്ളവരോട് നമ്മുടെ മനോഭാവം എന്താണ്? കൊച്ചു ഉദാഹരണം തന്നെ പറഞ്ഞാൽ നമ്മുടെ വീടുകളിലൊക്കെ ചിലപ്പോൾ ജാസ്തി പേരേക്ക് ചില ആളുകളെയൊക്കെ നിർത്തുന്നുണ്ടാവാം. പലപ്പോഴും നമ്മുടെ മനോഭാവം അവരോട് എന്താണ്? എത്രയോ ഉദാഹരണങ്ങളാണ്, ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കേൾക്കാനായിട്ട് കഴിയും. അത്യാവശ്യമായിട്ട് 1-2 ദിവസം സുഖമില്ലാതെ വന്നാൽ ചിലപ്പോൾ നമ്മൾ മരുന്നൊക്കെ കൊടുത്ത് സഹായിച്ചെന്ന് വന്നേക്കാം. 3 ദിവസം 4 ദിവസം കൂടുതലാണ് വീട്ടിലോട്ട് അങ്ങ് പറഞ്ഞു വിടത്തേ ഉള്ളൂ. പിന്നെ സൗഖ്യമൊക്കെ ആയിട്ട് വന്നാൽ മതി എന്ന് പറയാറുണ്ട്. മറ്റുള്ളവരോട് നമ്മുടെ മനോഭാവം ഇവിടെ ഒഴിവാക്കാവുന്ന ഒരു ദാസന് വേണ്ടി, തൻ്റെ സൗഖ്യത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു ശതാധിപനെയാണ് അവൻ്റെ വിശ്വാസം വലുത് എന്ന് യേശു കർത്താവ് പറഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത്. നമ്മുടെ മനോഭാവം മറ്റുള്ളവരോട് എങ്ങനെയാകും? നമ്മളിൽ നിന്ന് പല വിധത്തിൽ താഴ്ചയിലായിരിക്കുന്ന ആൾ, നമ്മളെക്കാട്ടിൽ പല വിധത്തിൽ വിവിധ രീതിയിൽ
താഴെക്കിടയിൽ കിടക്കുന്ന ആളുകളോട്. ഒരേ കുടുംബത്തിൽ തന്നെ 4 സഹോദരന്മാരുണ്ടെങ്കിൽ അതിലൊരു സഹോദരന് സാമ്പത്തികമായ സൗകര്യമില്ലായെങ്കിൽ പലപ്പോഴും നമ്മൾ അവരെയൊക്കെ അവഗണിച്ച് പോകാറുണ്ട്. ദേ ആർ പുഷ്ഡ് ടു ദ മാർജിൻ. നല്ല വിദ്യാഭ്യാസമുള്ള ഒരു സഹോദരനുണ്ട്, വിദ്യാഭ്യാസം ഇല്ലാത്തൊരു മകനുണ്ടെന്നുണ്ടെങ്കിൽ പലപ്പോഴും മാതാപിതാക്കൾ പോലും ചിലപ്പോൾ അവരെ നല്ല വിശ്വാസമൊക്കെയുള്ള മാതാപിതാക്കളായിരിക്കും, പക്ഷേ മക്കളിൽ തന്നെ ചിലരെയൊക്കെ ഒഴിവാക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബലമുള്ളവരെ മാത്രം പലപ്പോഴും നമ്മൾ മാന്യമായി കാണുകയും ഇടപെടുകയും ചെയ്യുന്ന പശ്ചാത്തലങ്ങൾ. ഇവിടെ ഇതാ ബലഹീനമായവരെ തങ്ങളോട് ചേർത്ത് നിർത്തുവാൻ താല്പര്യം കാണിച്ച ഈ ഉന്നതനായിട്ടുള്ള ഉദ്യോഗസ്ഥൻ്റെ മനോഭാവത്തെ ശ്ലാഘിക്കുന്ന ഒരു കർത്താവ്. ഇന്ന് നമ്മോട് തന്നെ നമുക്കൊന്ന് ചോദിക്കാം, വാട്ട് ഈസ് അവർ ആറ്റിറ്റ്യൂഡ് ടു അതേഴ്സ്? മറ്റുള്ളവരോട് നമ്മുടെ മനോഭാവം എന്താണ്? നമ്മളുമായി ഓരോ ദിവസവും ഇടപെടുന്ന ധാരാളം ആളുകൾ, അത് ഓഫീസിലാകാം, അത് വീട്ടിലാകാം, ചുറ്റുപാടുകളുമായിട്ടാകാം, അയൽപക്കവുമായിട്ടൊക്കെ ആകാം. നമ്മളെങ്ങനെയാണ് മറ്റുള്ളവരോട് ഇടപെടുന്നത്? ഈ ശതാധിപൻ്റെ ഈ ദാസനോടുള്ള മനോഭാവം ഈ ശതാധിപൻ്റെ വിശ്വാസം വരുന്നെന്ന് പറയാൻ കാരണമായി എന്ന് ഈ ഭാഗത്ത് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഒന്നാമതായി നല്ല വിശ്വാസത്തിൻ്റെ ഉടമകളായി ആണ് എന്ന് അഭിമാനിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, ഇറ്റ്സ് ആൻ ഇൻട്രോസ്പെക്ഷൻ ടു അസ്. ഞാൻ എൻ്റെ മറ്റുള്ളവരോടുള്ള മനോഭാവം എങ്ങനെയുള്ളതാണ്? മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാൻ, മറ്റുള്ളവരെ ചേർത്ത് കൊള്ളുവാൻ, മറ്റുള്ളവരെ സഹായിക്കുവാൻ എനിക്ക് മനസ്സുണ്ടോ? യേശുത്താവിൻ്റെ മനസ്സെപ്പോഴും മറ്റുള്ളവരെ ചേർത്ത് കൊള്ളുന്ന മനസ്സായിരുന്നു. ആരെയും തള്ളിക്കളയുന്ന മനസ്സായിരുന്നില്ല. അതിരുകളിൽ കഴിയുന്ന ആളുകളെ ചേർത്ത് നിർത്തുന്ന ഒരു മനസ്സായിരുന്നു യേശുവിൻ്റെ മനസ്സ്. അതാണ് വിശ്വാസത്തിൻ്റെ ദൃശ്യഭാവം. ഒന്ന്, അവർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് അതേഴ്സ്, മറ്റുള്ളവരോടുള്ള നമ്മളുടെ മനോഭാവം. രണ്ടാമതായി ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ഈ ഭാഗത്ത് കാണുന്നത് മറ്റുള്ളവർക്ക് നമ്മളെക്കുറിച്ചുള്ള മനോഭാവം, അതേഴ്സ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് അസ്. ഇവിടെ ആരാണ് യേശുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്? യഹൂദ മൂപ്പന്മാരാണ്. ഈ ശതാധിപനെ കുറിച്ച് നമുക്കറിയാം, പ്രജാതിക്കാരനാണ്, താണജാതിക്കാരനാണ്, പക്ഷേ അദ്ദേഹം ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ബഹുമാനിച്ചേ മതിയാവുകയുള്ളൂ. നേരിൽ കാണുമ്പോൾ മുഖസ്തുതി പറഞ്ഞേ മതിയാവുള്ളൂ. അങ്ങനെയാണല്ലോ പലപ്പോഴൊക്കെ നമ്മളൊക്കെ നേരിൽ കാണുമ്പോൾ മുഖസ്തുതിയൊക്കെ പറയും. കാരണം ബഹുമാനിക്കാതിരുന്നാൽ പല നഷ്ടങ്ങൾ നമുക്കുണ്ടാകാം. എന്നാൽ യഹൂദ മൂപ്പന്മാർ എവിടെയാണ്? ശതാധിപൻ്റെ കൂടെയല്ല. യഹൂദ മൂപ്പന്മാർ വേറിട്ട് ചെന്ന് യേശുവിനോട് പറയും. എന്താ പറയുന്നത്? നീ അത് ചെയ്തു കൊടുക്കുവാൻ അവൻ സർവഥാ യോഗ്യനാണ്. അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. അവൻ നമുക്കൊരു പള്ളിയും പണിയിച്ചു തന്നിരിക്കുന്നു. എന്താ യഹൂദ മൂപ്പന്മാർക്ക് ഈ ശതാധിപനെ കുറിച്ച് പറയുവാനുള്ളത്? ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ നല്ലതല്ലാതെ ഒന്നും പറയുവാനില്ല ഈ മനുഷ്യനെ കുറിച്ച്. യേശു കർത്താവിനെ വളരെ വിസ്മയിപ്പിച്ചിട്ടുണ്ടാവാം. നല്ലതല്ലാതെ യഹൂദ മൂപ്പന്മാർക്ക് ഈ പുറജാതിക്കാരനായ മനുഷ്യനെ കുറിച്ച് ഒന്നും പറയുവാനില്ല. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അളവുകോൽ എന്നുള്ളത് ഒരിക്കലും മറക്കരുത്. നമുക്ക് നമ്മളെക്കുറിച്ച് പറയാൻ ധാരാളം ഉണ്ട്. കൺവെൻഷൻ്റെ ആദ്യകാലം, ഞാൻ ഓർമ്മയുള്ള കാലം മുതൽ കൺവെൻഷൻ്റെ എല്ലാ സമ്മതിപ്പാനുള്ള ഒരു വിനയം, അവർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് അസ്. ഓമായി ദൈവമേ, നിൻ്റെ മുമ്പിൽ ഞാൻ ഏതുമില്ല, സമ്മതിപ്പാനുള്ള വിനയം. 4, ആരാണ് യേശു? ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. ആ യേശു കർത്താവിൻ്റെ വിശ്വാസം, ആ വിധത്തിലുള്ള വിശ്വാസത്തിൻ്റെ ഉടമകളായി തീരുവാൻ ദൈവമേ ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ കൺവെൻഷൻ കഴിഞ്ഞ് ഭവനങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ച് കർത്താവിന് പറയുവാൻ കഴിയണം. ഇസ്രായേൽ പോലും മറ്റുള്ളവരിൽ പോലും ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസം വലുത് എന്ന് പറയുവാൻ തക്കോണം നമ്മുടെ മനോഭാവങ്ങൾ അതിനനുസൃതമായി തീരുവാൻ, നമ്മുടെ ജീവിത ക്രമീകരണങ്ങൾ അതിനനുസൃതമായി തീരുവാൻ, മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, കരുതുവാൻ, കർത്താവിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വില കൊടുപ്പിക്കുവാൻ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കാം. അതിനായി ദൈവകരോട് സമർപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നതിനായിട്ട്